എന്റെ കുഞ്ഞു കാലത്തൊക്കെയാണ് ഞാൻ ഇതുപോലുള്ള കടകൾ കണ്ടിട്ടുള്ളത്. ഫോറിൻ കൺട്രീസിൽ ഇങ്ങനെയുള്ള കടകളെ ഹർത്താലായതുകൊണ്ടായിരിക്കും. ഹർത്താലായതുകൊണ്ട് ഞാൻ ഇമാതിരി ചപ്പട്ട വണ്ടിയും കൊണ്ടുവന്നത്. അല്ലാതെ BMW Q7 കൊണ്ടുവന്നിരുന്നെങ്കിൽ ഹർത്താൽ അനുകൂലികളെ കൊണ്ട് തോറ്റു. അപ്പൊ സാറിന് ബിസി ഷെഡ്യൂൾ ആണല്ലേ? പിന്നെ ഞാൻ പലപ്പോഴും കേരളത്തിൽ കാണാറില്ലല്ലോ. ഞാൻ ഫുള്ളായിട്ടും നമ്മുടെ ഈ ബിസിനസ് ട്രിപ്പാണ്. ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക, കാനഡ. ഫാമിലി ഉള്ളത് ഫ്രാൻസിലാണ്. പിന്നെ എനിക്ക് വേറെ വീടുണ്ട്, ജപ്പാനിലും ഉണ്ട്. ചില സമയത്ത് ഞാൻ ജപ്പാനിൽ ചെല്ലുമ്പോ അവള് പറയും ഞാൻ ഫ്രാൻസിലാ ഉള്ളത്. ഞാൻ ഫ്രാൻസിൽ ചെല്ലുമ്പോ അവള് പറയും അയ്യോ ഞാൻ ജപ്പാനിലാ ഉള്ളത്. പരസ്പരം കണ്ടുമുട്ടാറേയില്ല. അതൊക്കെ വളരെ ചുരുക്കമാണ്. ഒരു ദിവസം ഒരു കോമഡി ഉണ്ടായി. ഞാനിങ്ങനെ വീട്ടിൽ ചെന്നപ്പോ എന്റെ മകൻ എന്നോട് പറയാ, ദേ കാശ് കൊണ്ടുവരുന്ന അങ്കിള് വരുന്നമ്മേന്ന്. അതിനുശേഷം ഞാനൊരു തീരുമാനമെടുത്തു, ഫാമിലിയെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിൽ ആക്കും. അങ്ങനെ ഞാനിപ്പോ ചൈന ദ ബെസ്റ്റ് പ്ലേസ്. നല്ല സ്ഥലം. അങ്ങനെ അങ്ങോട്ടേക്ക് സെറ്റിൽ ആവാൻ തീരുമാനിച്ചു. വാട്ട് ഈസ് ദിസ്? ബിസ്ക്കറ്റ്. സോറി, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. കരോ. എന്നാലും ഓരോ കോഇൻസിഡൻസേ. ഞാൻ ബിസിനസ് ടൂറും കഴിഞ്ഞ് തിരികെ വരുമ്പോൾ നിങ്ങളെ കാണുക, നമ്മളെല്ലാവരും കൂടി ഒരു യാത്രയും. ഏതായാലും ഭാഗ്യമാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്. അത് ശരിയാ. അപ്പൊ നിങ്ങൾ ഇവിടെ കുറച്ചു കാലം കാണുമല്ലോ അല്ലേ? ചില പ്ലാനൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ഈ സെലിബ്രേഷൻ സ്ട്രോങ് ആവട്ടെ. കുടിയന്മാർക്ക് ഏറ്റവും കൂടുതൽ കുടിക്കാൻ പറ്റിയ ഒരു ദിവസമുണ്ട്. ഏതാന്ന് പറയാം? അതാണ് ഹർത്താൽ ദിവസം. വാപ്പണർ ഉണ്ട്. ഹർത്താൽ കീ ജയ്. ഇതെന്റെ ചേട്ടനാ. ലാലേട്ടന്റെ സിനിമ വല്ലതുണ്ടെങ്കിൽ എടുത്തിട്ടെ. ചണ്ടുള്ള പടം മതി, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. Okay. Bye. See you. Bye. അപ്പൊ ശരി. ഓക്കെ. കാണാം. കാണാം. ഓക്കെ.
ചേട്ടാ ഒരു ചായ. ബെൻസ് വാസു പിടിയിൽ. എടാ പീറ്ററെ, കള്ള, നിന്റെ യഥാർത്ഥ പേര് ബെൻസ് വാസു എന്നായിരുന്നു. ശിവയുടെയും ജീവന്റെ നമ്പറും വാങ്ങിയില്ല. ഇനി എന്ത് ചെയ്യും? ആരെ കാണാനാ? മൂർത്തി സാറിനെ കാണാനാ. അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ അയ്യോ, സാറൊന്ന് തിരക്കിലാണല്ലോ. വൈകിട്ട് അവാർഡ് ഫംഗ്ഷനാ ആ വിൻസർ ഹാളിൽ. അവിടെ ചെന്ന് ചിലപ്പോ കാണാം. ഹലോ, ഹേയ്, ഐ ആം ഇൻ എ ടൗൺ. എങ്ങനെ എത്തിയെന്നോ? അതൊരു വലിയ കഥയാ, നേരിട്ട് കാണുമ്പോ പറയാം. പിന്നെ എപ്പോഴൊന്ന് കാണുന്നേ? ഇനി ലേറ്റ് ആയ പിന്നെ ഞാൻ ഷുഗർ പിടിച്ച് കാഞ്ഞു പോവേ. പറ, എപ്പോ, എവിടെ വെച്ച്? ഹേയ് കമോൺ, തന്നെ കാണാൻ എന്ത് ഹർത്താലാടോ? ലെറ്റ്സ് മേക്ക് ഇറ്റ് ടുഡേ. ഷോ, നാളെ വരെ കാത്തിരിക്കാൻ വയ്യ. ഈ സസ്പെൻസ് ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തൂടെ? Cool, ma'am. Please wait. And now, I request the Honorable Minister for Industries, Sri Tony Oliver, to kindly hand over the KIF Award for the Businessman of the Year to Sri Murthy Raj, who is the chairman of Murthy Group of Companies. Congrats. Thank you. And now I request Sri Murthy Raj to kindly deliver a few words. Friend, ഏതൊരു ബിസിനസ്മാൻ്റെയും ഡ്രീമായ ഈ അവാർഡിന് എന്നെ പരിഗണിച്ചതിന് മൈ സിൻസിയർ താങ്ക്സ്. ഇൻഫാക്ട് ഈ അവാർഡ് എനിക്കുള്ളതല്ല, ഇറ്റ് ഗോസ് ടു മൈ സ്റ്റാഫ്. ശരിക്കും പറയുകയാണെങ്കിൽ ദേ ആർ മൈ റിയൽ ബാക്ക് ബോൺ. 10 വർഷങ്ങൾക്ക് മുൻപ് വെറും 300 രൂപ വാടകയുള്ള ഒരു കുടിസ് മുറിയിൽ നിന്നാണ് എൻ്റെ ഈ ബിസിനസ്സിൻ്റെ ടേക്ക് ഓഫ്. അന്ന് ഞാനൊരു ബിഗ് സീറോ. ഇന്നിപ്പോൾ വെൻ ഐ ലുക്ക് ബാക്ക്, മൂർത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ റെപ്യൂട്ടേഷൻ, ഗുഡ് വിൽ, അത് മാത്രം മതി എനിക്ക്. So thanks once again for this wonderful evening. Thank you. Sir, how do you feel being at the top? Frankly speaking, I'm just scared. I'm just kidding. You look so trendy. വൈഫിനെ കൊണ്ടതില്ലേ? അവളോ? അതും ഇവിടെ. ഈ വൈഫ് എന്ന് പറഞ്ഞാലേ വറീസ് ഇൻവൈറ്റഡ് ഫോർ എവർ എന്നല്ലേ സാറേ? എങ്ങോട്ടാ? മൂർത്തി സാറിനെ ഒന്ന് കാണാൻ. സാറിന് നല്ല ബിസിയാ, നാളെ ഓഫീസിലേക്ക്. പറഞ്ഞു കേട്ടില്ലേ?